സൗത്ത് ആഫ്രിക്ക നിലവിലെ WTC ചാമ്പ്യന്മാർ. 1998 ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം 27 കൊല്ലം കാത്തിരുന്നാണ് സൗത്ത് ആഫ്രിക്ക മറ്റൊരു ICC കിരീടത്തിൽ മുത്തമിട്ടത്. ഭൗമയ്ക്ക് കീഴിൽ 27 കൊല്ലത്തെ ശാപം സൗത്ത് ആഫ്രിക്ക അവസാനിപ്പിച്ചു. എന്നാൽ ക്രിക്കറ്റ് മറന്നു തുടങ്ങിയ മറ്റൊരു ശാപത്തിന്റെ കഥ കൂടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് പറയാനുണ്ട്. 1970 മുതൽ 1991 വരെയുള്ള നീണ്ട 21 കൊല്ലം ക്രിക്കറ്റിൽ നിന്നും ബാൻ നേരിട്ട സൗത്ത് ആഫ്രിക്കയുടെ കഥ. 1889 തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്ന സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഏവർക്കും സ്പോർട്സ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ ആഭ്യന്തര ക്രിക്കറ്റും ഇന്റർനാഷണൽ ക്രിക്കറ്റും എല്ലാം തുടക്കം കുറിക്കുന്നത് 1880കളിലാണ്. 1889 തന്നെ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെതിരെ തങ്ങളുടെ ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമൊക്കെ വളരെ മോശം റെക്കോർഡായിരുന്ന സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്നത് 1906 മാത്രമാണ് ഇംഗ്ലണ്ടിനെതിരെ. പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കും ഒപ്പം തന്നെ ഒരു ക്രിക്കറ്റ് ശക്തിയായി സൗത്ത് ആഫ്രിക്ക വളരുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിന്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. രാജ്യത്തെ ഗവൺമെന്റ് തന്നെ വൈറ്റ്സിന് എല്ലാ അവകാശങ്ങളും കൊടുക്കുമ്പോൾ ബ്ലാക്സിനും കറുത്ത വർഗ്ഗക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ, ഇന്ത്യൻ മിശ്രവംശജരായ ആളുകൾ എല്ലാം വിവേചനം അനുഭവിച്ചു. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. രാജ്യത്തിന്റെ ഈ പോളിസി സ്പോർട്സിലേക്കും വരുന്നത് കാണാം. വൈറ്റ്സിനെ മാത്രമാണ് അന്ന് സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റ് ടീമിൽ എടുത്തത്. 1889 തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 1998 മാത്രമാണ് ഒരു ബ്ലാക്കിന് കളിക്കാൻ സാധിക്കുന്നത്. അത് സൗത്ത് ആഫ്രിക്കൻ ലെജൻഡ് മക്കായ എറ്റിനിയുമാണ്. 1968 പ്രധാന വഴിത്തിരിവ് ഈ കാര്യത്തിലുണ്ടാകുന്നത്. ഡി ഒലിവേറിയ അഫെയർ. ബേസിൽ ഡി ഒലിവേറിയ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച ഇദ്ദേഹം മികച്ച ഒരു ക്രിക്കറ്റ് താരമായിരുന്നു. എന്നാൽ താൻ വൈറ്റ് അല്ലാത്ത കൊണ്ട് മാത്രം സൗത്ത് ആഫ്രിക്കയുടെ നാഷണൽ ടീമിൽ സ്ഥാനം കിട്ടാതെ വന്നതോടെ താരം ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി. വളരെ പെട്ടെന്ന് തന്നെ 1966 മുതൽ താരം ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. 1968 ഇംഗ്ലണ്ടിന്റെ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ താരത്തെ ഇംഗ്ലണ്ട് തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തി. എന്നാൽ വൈറ്റ് അല്ലാത്ത ഒരാളെ തങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കാൻ അനുവദിക്കില്ല എന്ന വിചിത്ര തീരുമാനമാണ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് എടുത്തത്. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിന്റെ ഈ മനുഷ്യത്വരഹിതമായ തീരുമാനത്തെ അംഗീകരിക്കാൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല. ഒടുവിൽ ആ പരമ്പര ഈ ഒരു കാരണം കൊണ്ട് മാത്രം ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഈ സമയത്തെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിന്റെ ഈ വർണ്ണവിവേചനത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മറ്റ് കായിക ഇനങ്ങളിലും രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കാൻ വിസമ്മതിച്ചു. ന്യൂസിലാൻഡ് റഗ്ബി ടീം അടക്കം മിക്ക ടീമുകളും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകില്ല എന്ന തീരുമാനമെടുത്തു. ICCയുടെ മുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഷർ ഈ സമയം വരുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസ് അടക്കം ടീമുകൾ സൗത്ത് ആഫ്രിക്കയെ ബാൻ ചെയ്യണമെന്ന നിർദ്ദേശം ICCയുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. ക്രിക്കറ്റ് എന്നത് എല്ലാവർക്കും കളിക്കാൻ കഴിയുന്ന കളിയാണെന്നും അതിൽ വിവേചനം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വാദം ശക്തമായി ICCക്ക് മുൻപിൽ മറ്റു ടീമുകൾ അറിയിച്ചു. ഒടുവിൽ 1970 ICCയുടെ തീരുമാനമെത്തി. സൗത്ത് ആഫ്രിക്കയെ ക്രിക്കറ്റിൽ നിന്നും ബാൻ ചെയ്തു. ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നും ICC ടൂർണമെന്റുകളിൽ നിന്നും പൂർണ്ണമായി സൗത്ത് ആഫ്രിക്കയെ ഒഴിവാക്കി. പിന്നീട് 21 കൊല്ലം സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിൽ നിന്നും ഒറ്റപ്പെട്ടു. ഈ 21 കൊല്ലം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് കിട്ടിയത്. ബാരി റിച്ചാർഡ്, ഗ്രീം പൊളോക്ക്, മൈക്ക് പ്രോക്ടർ തുടങ്ങിയ ലെജൻഡറി കളിക്കാർക്ക് പിന്നീട് ഒരിക്കലും ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ സാധിക്കാതെ വന്നു. പുതിയ കളിക്കാർക്ക് ഒന്നും തന്നെ ഇന്റർനാഷണൽ മത്സര പരിചയം കിട്ടാതെ വന്നതും വലിയ തിരിച്ചടി സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന് നേരിടേണ്ടി വന്നു. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയവും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിനെ ലോകത്തിന്റെ മുൻപിൽ ഒറ്റപ്പെടുത്തുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. പിന്നീടും വർഷങ്ങളെടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഇതിനെയൊക്കെ മാറ്റം വരാൻ. 80കളുടെ അവസാനവും 90കളുടെ ആദ്യമൊക്കെ ആകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ മാറ്റങ്ങൾ വരുന്നത് കാണാം. ആ സമയം തന്നെയാണ് നെൽസൺ മണ്ടേല അടക്കം രാഷ്ട്രീയ നേതാക്കൾ ജയിൽ മോചിതരാകുന്നതും. 1991 ICC സൗത്ത് ആഫ്രിക്കയുടെ ബാൻ ഒഴിവാക്കുന്നത്. ഇന്ത്യക്കെതിരെ പരമ്പര കളിച്ച് സൗത്ത് ആഫ്രിക്ക തിരിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എത്തി. വളരെ പെട്ടെന്ന് തന്നെ ലോകത്തെ പ്രധാന ക്രിക്കറ്റ് ടീമായി തിരിച്ചെത്താനും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കുന്നുണ്ട്.
ക്രിക്കറ്റിന്റെ തന്നെ ചരിത്രത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാൻ ഒരു ഇരുണ്ട അധ്യായമാണ്. വെറും ശരീരത്തിന്റെ നിറത്തിന്റെ പേരിൽ അവഗണിക്കപ്പെട്ട ജനതയ്ക്കൊപ്പം ലോകം തന്നെ കൂടെ നിന്ന കായിക വേദികളിൽ നിറത്തിനല്ല കഴിവിനാണ് പ്രാധാന്യമെന്നും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്രം.